ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചി നഗരസഭ CSML-ന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. കൊച്ചി നഗരസഭ CSML-ന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക്, ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക്, കൽവത്തി കമ്മ്യൂണിറ്റി ഹാൾ, നവീകരിച്ച ഡയമണ്ട് പാർക്ക് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം KJ മാക്സി MLA-യും ആ പരാതി പൂർണ്ണമായിട്ടും പരിഹരിച്ച ആളാണ് നമ്മുടെ മേയർ. അല്ലേ? ശരിയല്ലേ? എല്ലാ ഉച്ചസ്ഥാനത്തൊന്നുമില്ല. എല്ലാ മേഖലയിലും നമുക്ക് സർവത്ര മേഖലയിലും എല്ലാ കാര്യങ്ങളും ആശുപത്രി മുതൽ പാർക്ക് വരെയുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നിപ്പോൾ ഈ 4 കോളം കാണുന്നുണ്ട് ഉദ്ഘാടനം. നമ്മുടെ ഈ ആശുപത്രി, കോട്ടൂർ ആശുപത്രി ഉൾപ്പെടെ മട്ടാഞ്ചേരി ആശുപത്രി, കമ്മ്യൂണിറ്റി ഹാള്, നമ്മുടെ ഗ്രൗണ്ട്, പാർക്ക് ഉൾപ്പെടെയുള്ള വലിയ ഒരു ഉദ്ഘാടന മത്സരമാണ് മേയർ നടത്തുന്നത്. ഇവിടെ മാത്രമല്ല, രാവിലെ കഴിഞ്ഞ് ആരംഭിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആശുപത്രിയുടെ ഇതെന്ന് പറയുന്നത് OP-യും മറ്റ് ലാബുകളും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഹോളെടുത്ത് മാറിയിരിക്കുകയാണ്. ആശുപത്രിയുടെ എന്തൊരു കാര്യം പറഞ്ഞു, എന്ത് പറഞ്ഞാൽ ആൾക്കാർ പൂർണ്ണമായി വയ്ക്കാൻ പറ്റില്ല. സ്റ്റാഫ് പേരിന്റെ വളരെ കുറവാണ് പറഞ്ഞത്. സ്റ്റാഫ് പേരിനൊക്കെ സൂപ്രണ്ട് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി പുതിയ ബ്ലോക്ക് മേയർ M. അനിൽകുമാറും, കൽവത്തി കമ്മ്യൂണിറ്റി ഹാൾ ഹൈബി ഈഡൻ NB-യും, ഡയമണ്ട് പാർക്ക് മേയറും ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരേ വേദിയിൽ വെച്ച് നാടിനായി സമർപ്പിക്കുന്നത് ജനങ്ങൾക്ക് എത്രയും വേഗം അത് തുറന്നു കൊടുക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ താലൂക്ക് ആശുപത്രിയുടെ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച്, പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിലെ ഒരു പുതിയ ചുവടുവെപ്പാണ്. സത്യം പറഞ്ഞാൽ മേയർ വലിയ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. തിരുവനന്തപുരം മേയർ, കൊല്ലം മേയർ, കണ്ണൂർ മേയർ, കോഴിക്കോട് മേയർ, ഇവരെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു വിവാദത്തിൽ പെടാറുണ്ട്. പക്ഷെ 5 വർഷം വളരെ സ്മൂത്തായി സെയിലിംഗ് നടത്തിയ ഒരു മേയർ അനിൽകുമാർ. രാഷ്ട്രീയപരമായി ഞങ്ങൾ സമരമൊക്കെ നടത്തും, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ പുള്ളി അബദ്ധങ്ങളോ വിഡിത്തങ്ങളോ ഒന്നും ആരുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി പരമാവധി പുള്ളിയുടെ ഒരു ശൈലി നിങ്ങൾക്കറിയാമല്ലോ. 2016 പുള്ളി എനിക്കെതിരെയാണ് മത്സരിച്ചത്. അപ്പോൾ കുറേ ശൈലി ഞാനും പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളി വളരെ നന്നായിട്ട്, ഞാൻ ഭാഗ്യം ചെയ്തതെന്ന് പറഞ്ഞത് നമ്മുടെ സ്മാർട്ട് സിറ്റി CEO-യുടെ സാന്നിധ്യത്തിൽ 1150 കോടി രൂപയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചി, ഇവിടെ 166 കോടി രൂപയുടെ ഒരു സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നടക്കാതെ പോയത് കൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടാണ്. നമ്മുടെ വികസനം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, MP തന്നെ ഫണ്ട് കൊടുത്തിട്ടുള്ള ഒരു കെട്ടിടം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 9 കോടി രൂപ നമ്മുടെ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ അവര് കൂടി മുടക്കി, കൊച്ചി നഗരസഭ കൂടി പണം മുടക്കി വളരെ മനോഹരമായ മറ്റൊരു കെട്ടിടം അവിടെ ഒരുങ്ങുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന, വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഉള്ള സ്ഥലം ഇനിയെങ്കിലും ഓരോ സ്ഥലത്തും എന്ത് കെട്ടിടം വരണമെന്ന് ഇപ്പം തന്നെ മുൻകൂട്ടി ആലോചിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ്, CD വത്സലകുമാരി, VS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഹോസ്പിറ്റലുകളുടെ MRI-CT അടക്കമുള്ള 11 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അടുത്ത മാസം ഇലക്ഷന് ശേഷം MRI-CT ഗർഭോ അടക്കമുള്ള മുഴുവൻ ജനകീയ ലാബിന്റെ നിർമ്മാണം 90% പൂർത്തീകരിച്ചു. അതിന് നമുക്കൊരു മാറ്റം വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. ഞാനൊന്നും അതിനെതിരൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്രയും ചെയ്തു നമ്മൾ തലസ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത്, പക്ഷെ നമുക്കൊരു നല്ലൊരു ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.